നമസ്കാരം. 2026 കേരളം BJP പിടിക്കുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. അപ്പോൾ ഈ സാധാരണ ഈ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ അതൊരു ബലമുള്ള പ്രഖ്യാപനം എന്നാണ്. അപ്പോൾ അമിത്ഷാ ഇത് പ്രഖ്യാപിച്ചപ്പോൾ പണ്ട് പിണറായി പറഞ്ഞതാണ് ഓർമ്മ വന്നത്, ഈ തടിയൊന്നും പോരാ. അത് ഒരു വലിയ വിവാദമായ ഒരു ബോഡി ഷേവിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്ത് അതിന് പ്രാധാന്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അതൊരു കാർഡടിച്ച് കൊടുക്കണമായിരുന്നോ എന്നുള്ളത് പോലും ഒരു സുരേന്ദ്രൻ 35 സീറ്റ് പിടിക്കും എന്നിട്ട് ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞതുപോലെ ശക്തമായ പ്രതിപക്ഷ നേതാവ് സുരേന്ദ്രനായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീധരൻ മെട്രോമാൻ മുഖ്യമന്ത്രി ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു ഭ്രമലോകത്ത് നിന്നുള്ള ഒരു സംഗതി എന്നുള്ളതാണ്. അതൊരു ട്രോളായി കണക്കൂട്ടിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവരുടെ ഈ ഒരു സീറ്റ് പണ്ടുണ്ടായിരുന്ന അക്കൗണ്ട് തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യം എന്നുള്ളതാണ്. കാരണം വേറൊരു തരത്തിലാണ് കേരളത്തിൻ്റെ മൈൻഡ് സെറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം വന്നാൽ അത് UDFനെ ഗുണം ചെയ്യും. UDFനൊരു ക്ലീൻ സ്വീപ്പ് നടത്താൻ സഹായകമായ രീതിയിൽ അത് മാറും. നിയമത്ത് പറ്റുമെങ്കിൽ BJPക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ സ്ഥാനാർത്ഥികൾ. അതാണ് ഇപ്പോൾ കഴക്കൂട്ടം BJP കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലീഡ് ചെയ്യുന്ന ലോക്സഭാ സ്ഥലമാണ്. V. മുരളീധരൻ ഒരു തവണ അവിടെ തോറ്റത് 7000 വോട്ടിനാണ്. അത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അത് 25,000 ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ കടകംപള്ളിയോളം തലയെടുപ്പുള്ള ഒരു നേതാവ് അവിടെ വന്ന് നിന്നാൽ BJPക്ക് ആ സ്കോപ്പില്ല. കാരണം CPMന് ബേസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ചില സ്ഥാനാർത്ഥികൾ, അതിന് അപ്പുറത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ആ ഘടകങ്ങൾ സ്വാഭാവികമായി വരും. അതാണ് BJPക്ക് ഈ ഒന്നിൽ കൂടുതൽ കിട്ടുമോ എന്നുള്ളതിന് പോലും ഒരു ആശങ്ക വെക്കുന്നത്. ഒന്നുപോലും കിട്ടത്തില്ല. നേമത്ത് ശിവൻകുട്ടിക്ക് ഈ ടേമിന്റെ നിബന്ധന വരുന്നില്ല. അതെ, ശിവൻകുട്ടിയോടൊപ്പം മാറ്റി വെക്ക്. നേമത്ത് ജയിച്ചതാരാ? രാജേട്ടനാ ജയിച്ചത്. അതെ, രാജേട്ടൻ എന്തുകൊണ്ട് ജയിച്ചു? രാജേട്ടന്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ മത്സരിക്കുന്നതാണ്. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ BJPയെ ജയിപ്പിക്കേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യമൊന്നും കേരളീയർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. വന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രയോജനം, രണ്ടുപേര് ജയിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചതിനെ എന്നും ഇതുമായിട്ട് കൂട്ടിക്കെട്ടണ്ട. സുരേഷ് ഗോപിയുടേതും വേറൊരു ലെവൽ. സുരേഷ് ഗോപി ജയിച്ചതും രാജേട്ടൻ ജയിച്ചതും ഇന്റർലി ഡിഫറൻ്റ് ആണ്. രണ്ട് സാഹചര്യവും രണ്ട് രീതിയുമാണ്. സുരേഷ് ഗോപിയുടെ ഒരു പേഴ്സണൽ മാസ്മരികതയാണ് അതിനകത്ത് സംഭവിച്ചത്. അതും ഒരു 5 വർഷക്കാലം കഠിന പ്രയത്നം നടത്തി. ഇതാണ് BJPയുടെ കഠിന പ്രയത്നമൊന്നുമല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ, അയാളുടെ ഒരു ടീമിന്റെ കഠിന പ്രയത്നമാണ് അതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ബേസാക്കി മാറ്റി BJPക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഈ നിയമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ടേം നിബന്ധന വന്നാൽ പോലും ഇനി അങ്ങനെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ തീരുമാനിച്ചതുപോലെ 2 തവണ MLA-മാരായവർ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ശിവൻകുട്ടിക്ക് അത് ബാധകമല്ല. ശിവൻകുട്ടി കഴിഞ്ഞ തവണയാണല്ലോ ജയിച്ചത്, അതിന് മുമ്പ് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ തോറ്റവരുടെ അത് ബാധകമല്ല. അപ്പോൾ ശിവൻകുട്ടിക്ക് അവിടെ മത്സരിക്കുക, ശിവൻകുട്ടിയെ പോലുള്ള ഒരാൾ അവിടെ ഇറങ്ങി നിന്നാൽ പുല്ലുപോലെ ജയിക്കും. കാരണം അദ്ദേഹം ആ ഒരു തരത്തിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങളുടെയൊക്കെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഒരു സംഘി നിലപാടുകൾക്കെതിരായിട്ടുള്ള തുറന്ന പോരാട്ടം നടത്തുന്ന കാര്യത്തിലൊക്കെ ശിവൻകുട്ടി സജീവമായിട്ടുണ്ട്. ശിവൻകുട്ടിയെ കുറിച്ച് കുറെ ട്രോളുകൾ വരുന്നെങ്കിലും അത് പുള്ളിക്ക് പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പുള്ളിയെ ഇങ്ങനെ ഈ പുള്ളിയുടെ വർത്തമാനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കളിയാക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് കാര്യം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ട്രോള് പുള്ളിയുടെ വർത്തമാനം പറച്ചിലുണ്ടാകുന്ന പുള്ളി ഒരു എന്താണ്, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത്, പുള്ളി ഒരു ബേസ് അടിത്തട്ടിൽ നിന്ന് വന്ന എന്താണ് ഒരു നാടൻ രാഷ്ട്രീയക്കാരനാണ്. ആ ശൈലി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. അതാണ്, പുള്ളി ഒരു കൃത്രിമത്വം ഒന്നും കാണിക്കാൻ ശ്രമിക്കുന്നില്ല, ഇതുവരെയും കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ ഈ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും അന്നല്ല, നേരത്തെ അത് കാണിച്ചിട്ടില്ല. പുള്ളി മേയറായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒക്കെ ആ ഒരു ഇത് തന്നെ സാധാരണ ഒരു തനി നാടൻ തിരുവനന്തപുരത്തുകാരൻ്റെ രീതിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സ്വപ്നം കാണാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ വലിയ വിഷയം ഉണ്ടായില്ലേ, 3 ഈഴവരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. 21 നായന്മാരുണ്ട്,
21 മേൽജാതിക്കാർ എന്ന് പറഞ്ഞാൽ നായർ, അതിന്റെ മേളിലുള്ളവർ അപ്പർ കാസ്റ്റ്, 3 ഈഴവരേ ഉള്ളൂ. അത്ര തന്നെ ക്രൈസ്തവരുണ്ട്. അപ്പൊ ഈഴവർക്കും ക്രൈസ്തവർക്കും ഒരേ പ്രാധാന്യമാണോ BJP-യിൽ കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 2026 BJP ഭരിക്കുകയല്ല, BJP മരിക്കാൻ പോവുകയാണ് കേരളത്തിലെന്ന് നമുക്ക് ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരും.